CNN കെമിസ്ട്രി ചാനലിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അഞ്ചാമത്തെ ചാപ്റ്ററാണ്, അതിലെ അഞ്ചാമത്തെ പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് നമ്മൾ H2SO4 അല്ലേ? സൾഫ്യൂരിക് ആസിഡ് H2SO. സൾഫ്യൂരിക് ആസിഡിനെ നമ്മൾ ആസിഡുകളുടെ രാജാവ്, കിങ് ഓഫ് ആസിഡ്സ് എന്നാണ് പറയാറ്. എന്തുകൊണ്ടായിരിക്കാം അത് രാജാവായി മാറിയത്? എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ? അപ്പോൾ ഒരുപാട് ഉപയോഗങ്ങൾ സൾഫ്യൂരിക് ആസിഡിനുണ്ട്. അതുകൊണ്ടാണ് അതിനെ കിങ് ഓഫ് ആസിഡ്സ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സൾഫ്യൂരിക് ആസിഡിന്റെ ഉപയോഗങ്ങളാണ് ഇവിടെ നമുക്കൊരു പദസൂര്യനിലൂടെ കാണിച്ചു തരുന്നത്. ഫോർ ഡീഹൈഡ്രേഷൻ, മാനുഫാക്ചർ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, refining of petroleum, manufacture of paints, manufacture of fibers, then manufacture of explosives and the manufacture of other chemicals. അപ്പോൾ ഒരുപാട് ഉപയോഗങ്ങളുണ്ടല്ലേ രാസവളങ്ങൾ നിർമ്മിക്കാനായിട്ട്, പെട്രോളിയത്തിനെ ശുദ്ധീകരിക്കാൻ, പെയിൻറ് നിർമ്മിക്കാൻ, ഫൈബറുകളുടെ നിർമ്മാണം, സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണം, മറ്റ് രാസവസ്തുക്കളുടെ നിർമ്മാണം എന്നിങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിന്റെ ഒരുപാട് ഉപയോഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവയെ കിങ് ഓഫ് ആസിഡ്സ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ അങ്ങനെയെങ്കിൽ അവയെ നമ്മൾ ഇൻഡസ്ട്രിയിൽ വ്യാവസായികമായിട്ട് തന്നെ നിർമ്മിക്കേണ്ടി വരും. കാരണം ഒരുപാട് കാര്യങ്ങൾക്ക് സൾഫ്യൂരിക് ആസിഡ് ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ ഒരുപാട് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കണം. അപ്പൊ വ്യാവസായികമായിട്ട് എങ്ങനെയാണ് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത് എന്ന് നോക്കാം. അതിനൊരു പേരുണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, കോണ്ടാക്ട് പ്രോസസ് അഥവാ സമ്പർക്ക പ്രക്രിയ എന്നാണ് പറയുന്നത്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന് പറയുന്ന പേരാണ് കോണ്ടാക്ട് പ്രോസസ് അഥവാ സമ്പർക്ക പ്രക്രിയ. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സൾഫറിനെ ഓക്സിജനിൽ കത്തിക്കാം. സൾഫർ ഓക്സിജനിൽ കത്തിക്കുമ്പോൾ നമുക്ക് സൾഫർ ഡൈ ഓക്സൈഡ് കിട്ടുന്നു. S+O2 gives SO2. സൾഫർ ഡൈ ഓക്സൈഡിനെ വനേഡിയം പെന്റോക്സൈഡ് ദാറ്റ് ഈസ് V2O5 എന്ന കാറ്റലിസ്റ്റിന്റെ ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ 450 ഡിഗ്രി സെൽഷ്യസിൽ ആണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത്. എങ്ങനെ? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സൾഫർ ട്രൈ ഓക്സൈഡ് SO3 പ്ലസ് ഹീറ്റ്, താപവും കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് ഓക്സിജനുമായി റിയാക്ട് ചെയ്യുമ്പോൾ വനേഡിയം പെന്റോക്സൈഡിന്റെ സാന്നിധ്യത്തിൽ, ഇപ്പോൾ ഇവിടുത്തെ കാറ്റലിസ്റ്റ് ഏതാണ്? വനേഡിയം പെന്റോക്സൈഡ് V2O5 gives 2SO3. ഇനി ഈ SO3നെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായി റിയാക്ട് ചെയ്തുകൊണ്ട് ഓലിയം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾക്ക് ലഭിക്കുന്നു. SO3 plus H2SO4 gives H2S2O7. അതിന്റെ പേരാണ് ഒലിയം. ഓക്കെ, ആ ഒലിയത്തിലേക്ക് വെള്ളം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സൾഫ്യൂരിക് ആസിഡ് കിട്ടുന്നത്. ഇതാണ് ആ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ സൾഫർ ഓക്സിജനിൽ കത്തിക്കുക, ബേൺ ചെയ്യുമ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് നമുക്ക് ലഭിക്കുന്നു. സൾഫർ ഡൈ ഓക്സൈഡ് ഓക്സിജനുമായിട്ട് വനേഡിയം പെന്റോക്സൈഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ സൾഫർ ട്രൈ ഓക്സൈഡ് ലഭിക്കുന്നു. സൾഫർ ട്രൈ ഓക്സൈഡിനെ സൾഫ്യൂരിക് ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഒലിയം കിട്ടും. ഒലിയത്തിനെ വാട്ടറായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് സൾഫ്യൂരിക് ആസിഡ് കിട്ടും. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാം. നമ്മൾക്ക് ലഭിക്കേണ്ടത് ആരെയാണ്? സൾഫ്യൂരിക് ആസിഡാണ്. പക്ഷേ നമ്മൾ ഈ ഒരു റിയാക്ഷനിൽ സൾഫ്യൂരിക് ആസിഡ് ആണ് ആഡ് ചെയ്യുന്നത്. സംശയം തോന്നിയോ? തോന്നാം അല്ലേ? അപ്പൊ അതിനൊരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് സൾഫർ ട്രൈ ഓക്സൈഡിന്റെ കൂടെ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടും? സൾഫ്യൂരിക് ആസിഡ് കിട്ടും. സൾഫർ ട്രൈ ഓക്സൈഡും വാട്ടറും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് കിട്ടും. പക്ഷെ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതൊരു സ്മോക്ക് രൂപത്തിലേക്ക്, ഒരു എന്താ പറയുക, മഞ്ഞ് കണങ്ങളൊക്കെ പോലെയായിട്ട് അത് മാറിയിട്ട് പിന്നീട് ഉണ്ടാകുന്ന ആ ഡിസൊല്യൂഷനെ അത് തടയുന്നു. പിന്നീട് ഉണ്ടാവില്ല, ആ തുടക്കം ഉണ്ടാവുന്ന കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നീട് അവിടെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരുപാട് സൾഫ്യൂരിക് ആസിഡ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ
ഈ സൾഫർ ട്രൈ ഓക്സൈഡിൽ വാട്ടർ ആഡ് ചെയ്താൽ സൾഫ്യൂരിക് ആസിഡ് ലഭിക്കുമെങ്കിലും ഒരുപാട് നമുക്ക് കിട്ടില്ല, വളരെ കുറച്ചേ കിട്ടുള്ളൂ. അതിന് ശേഷമുള്ള ആ രാസപ്രവർത്തനങ്ങളെ അത് അവിടെ ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒലിയം ഉണ്ടാക്കിയിട്ട് ആ ഒലിയത്തിലേക്കാണ് വാട്ടർ ആഡ് ചെയ്തുകൊണ്ട് സൾഫ്യൂരിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം സാധാരണ ചോദിക്കാറുണ്ട്, സൾഫർ ട്രൈ ഓക്സൈഡിൽ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ലഭിക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കാം. സൾഫർ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ഫ്ലോ ചാർട്ടായിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സൾഫർ ഓക്സിജനുമായിട്ട് ബേൺ ചെയ്യുന്ന സമയത്ത് സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടായി. ആ സൾഫർ ഡൈ ഓക്സൈഡ് വനേഡിയം പെൻഡോക്സൈഡിൻ്റെ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾക്കിവിടെ എന്താണ് എ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തായിരുന്നു പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടാവുക? അതെ, സൾഫർ ട്രൈ ഓക്സൈഡ് അല്ലേ. ആ സൾഫർ ട്രൈ ഓക്സൈഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ചേരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? ഒലിയം കിട്ടുന്നു. ആ ഒലിയത്തിനെ നമ്മൾ എന്താണ് ആഡ് ചെയ്യണത്? ഒലിയത്തിലേക്ക് വാട്ടർ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? സൾഫ്യൂരിക് ആസിഡ് കിട്ടുന്നു. അപ്പോൾ ആ ഒരു ഫ്ലോ ചാർട്ടും പഠിച്ചു വെക്കണം. ഈ ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അപ്പോൾ അതും പഠിക്കണം. ഓക്കെ, അടുത്തത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, ഭൗതിക ഗുണങ്ങൾ. എന്തൊക്കെയാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഭൗതിക ഗുണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. കളർലെസ്, നിറമില്ല. കമ്പാരിറ്റീവ്ലി ഹൈ വിസ്കോസിറ്റി കൂടുതലുള്ളതാണ്. ദെൻ ഹൈലി കൊറോസീവ് എന്ന് വെച്ചാൽ തീവ്രമായ നാശക സ്വഭാവമുള്ളവയാണ് സൾഫ്യൂരിക് ആസിഡ്. ദെൻ ഡെൻസർ ദെൻ വാട്ടർ, വെള്ളത്തിനേക്കാൾ സാന്ദ്രത കൂടുതൽ. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ വെള്ളത്തിലേക്ക് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ആസിഡ് താഴെയായിരിക്കും കിടക്കുന്നുണ്ടാവുക, അപ്പോൾ ഡെൻസിറ്റി കൂടുതലാണ്. ദെൻ ഡിസോൾവ്സ് ഇൻ വാട്ടർ, നമ്മളതിനെ അലിയിച്ചു കഴിഞ്ഞാൽ നന്നായി അലിയുന്നു. അടുത്തതായി കെമിക്കൽ പ്രോപ്പർട്ടീസ്, സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഒരു ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡൈല്യൂട്ട് ചെയ്യുക? ആസിഡിലേക്ക് വെള്ളം ഒഴിക്കുകയോ വെള്ളത്തിലേക്ക് ആസിഡ് ഒഴിക്കുക? എന്താ ചെയ്യേണ്ടത്? വെള്ളത്തിലേക്കാണ് ആസിഡ് ഒഴിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഒരു ബീക്കറിൽ വെള്ളം എടുക്കുക, അതിലേക്ക് ഒരു ഗ്ലാസ് റോഡ് വെക്കുക, എന്നിട്ട് ആ ഗ്ലാസ് റോഡിലൂടെ ആയിരിക്കണം ആസിഡ് അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുകയും ചെയ്യുക. അപ്പോഴാണ് അത് ഡൈല്യൂട്ടായിട്ട് വരുന്നത്. നേരെ തിരിച്ചാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ ബീക്കറിൽ ആസിഡ് എടുത്തു, അതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം തട്ടുന്ന ഉടനെ അതെന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കും അല്ലേ. തെറിച്ച് ആസിഡ് നമ്മളിലേക്ക് വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ആസിഡുകളെ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് വെള്ളം എടുക്കണം, ആ വെള്ളത്തിലേക്കാണ് അല്പാൽപമായിട്ട് ആസിഡ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒഴിച്ചു കൊടുക്കുന്നതോട് കൂടി തന്നെ എന്ത് ചെയ്യണം? നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസിലെ ഫസ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ. എന്താണ് ഡീഹൈഡ്രേറ്റിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് പഞ്ചസാര എടുക്കുക. പഞ്ചസാരയുടെ കെമിക്കൽ ഫോർമുലയിലൂടെ എഴുതിയിരിക്കുന്നത് C12H22O11. ഓക്കെ, പഞ്ചസാരയുടെ നിറം എല്ലാവർക്കും അറിയാം, എന്താണ്? വെളുത്തിട്ടാണ് അല്ലേ. അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകളാണ് 12C+11H2O. എന്ന് വെച്ചാൽ ആ വെളുത്ത പഞ്ചസാര നമുക്ക് നോക്കുമ്പോൾ കരിഞ്ഞിരിക്കുന്ന പോലെ അല്ലെങ്കിൽ കറുത്ത നിറമായിട്ട് കാണാം. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാരയിലുള്ള ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ, ജലത്തിൻ്റെ അതേ റേഷ്യോ തന്നെയാണ്. വാട്ടറിൻ്റെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 2:1 എന്നതാണ് ആ റേഷ്യോ. അപ്പോൾ ഇതിലുള്ള ഹൈഡ്രജനെയും ഓക്സിജനെയും സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഡീഹൈഡ്രേറ്റിംഗ് നേച്ചറാണ് അതിന് സഹായിച്ചത്, അഥവാ നിർജ്ജലീകരണം. ഓക്കെ, അപ്പോൾ കെമിക്കലി ബോണ്ട് ചെയ്തിട്ടുള്ള ഹൈഡ്രജനെയും ഓക്സിജനെയും വാട്ടറിൻ്റെ റേഷ്യോയിൽ, ജലത്തിൻ്റെ റേഷ്യോയിൽ, അംശബന്ധത്തിൽ വേർതിരിച്ചെടുക്കാനുള്ള സൾഫ്യൂരിക് ആസിഡിൻ്റെ കഴിവാണ് ഇവിടെ നമ്മൾ കണ്ടത്. ആ ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡീഹൈഡ്രേഷൻ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ നോക്കാം.
സൾഫ്യൂരിക് ആസിഡ് ഹാസ് ദ എബിലിറ്റി ടു അബ്സോർബ്. സൾഫ്യൂരിക് ആസിഡിന്റെ കഴിവ് എന്താണ്? എബിലിറ്റി ടു അബ്സോർബ്, വലിച്ചെടുക്കാനായിട്ട്. ആരെയാണ് വലിച്ചെടുക്കുന്നത്? കെമിക്കലി കമ്പൈൻഡ് വാട്ടർ, കെമിക്കലി ആയിട്ട് രാസപരമായിട്ട് കൂടിച്ചേർന്നിട്ടുള്ള വെള്ളത്തിനെ ഓർ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഫ്രം ദ സബ്സ്റ്റൻസ് ഇൻ ദ റേഷ്യോ കറസ്പോണ്ടിങ് ടു ദാറ്റ് ഓഫ് വാട്ടർ. അപ്പോൾ വാട്ടറിൻ്റെ ആ സെയിം റേഷ്യോയിലുള്ള ഹൈഡ്രജനെയും ഓക്സിജനെയും അബ്സോർബ് ചെയ്യാനുള്ള സൾഫ്യൂരിക് ആസിഡിൻ്റെ ആ കഴിവ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ടേബിളാണ് അടുത്തത് കാണിക്കുന്നത്. ടേബിൾ 5.3 നോക്കാം. ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡ്രോപ്പിംഗ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഓൺ എ കോട്ടൺ ക്ലോത്ത്. ഒരു കോട്ടൺ തുണിയിൽ നമ്മൾ ആസിഡ് ഒഴിക്കുന്നു. എന്താണ് അവിടെ നടക്കുന്ന ഒബ്സർവേഷൻ? എന്തായിരിക്കും? കോട്ടൺ തുണി കരിഞ്ഞു പോകുന്നു അല്ലേ? അപ്പോൾ അവിടെ കാർബൺ വേർപെട്ടു. ഓക്കെ. ഇനി രണ്ടാമത്തത് ആഡിങ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടു ഗ്ലൂക്കോസ് ടേക്കൺ ഇൻ എ സ്മോൾ ബീക്കർ. അപ്പോൾ ഗ്ലൂക്കോസ് നമുക്കറിയാം വെളുത്ത നിറമുള്ളതാണ് അല്ലേ? ആ വെളുത്ത നിറം എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? കറുത്തതായിട്ട് മാറിയിട്ടുണ്ടാവുന്നു. അടുത്തത് ആഡിങ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടു എ വാച്ച് ഗ്ലാസ് ഇൻ വിച്ച് കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് ആർ ടേക്കൺ. അപ്പോൾ കോപ്പർ സൾഫേറ്റിന് നിറം, ക്രിസ്റ്റൽസിനാണെങ്കിലും നിറം എന്താണ്? നീല നിറമുള്ളതാണ് അല്ലേ? അപ്പോൾ അതിലേക്ക് ആസിഡ് ഒഴിക്കുന്ന സമയത്ത് അത് വെളുത്ത നിറമായിട്ട് മാറുന്നു. കാരണം ആ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റലിലുള്ള ജലത്തിനെ ആസിഡ് നീക്കം ചെയ്തുകൊണ്ട് അൺഹൈഡ്രസ് ലവണമായിട്ട് മാറുന്നു. അതുകൊണ്ട് നീല നിറത്തിലുള്ള കോപ്പർ സൾഫേറ്റ് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ വെളുത്ത നിറമായിട്ട് മാറും. അടുത്ത പ്രോപ്പർട്ടിയാണ് ഡ്രൈയിങ് നേച്ചർ എന്ന് പറയുന്നത്. എന്താണ് ഡ്രൈയിങ് നേച്ചർ? ഡ്രൈയിങ് ഏജൻസ് ആർ സബ്സ്റ്റൻസസ് കേപ്പബിൾ ഓഫ് അബ്സോർബിങ് ദ മോയ്സ്ചർ പ്രസൻറ്റ് ഇൻ എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൽ അടങ്ങിയിരിക്കുന്ന ആ മോയ്സ്ചറിനെ, ജലാംശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവ്. നമ്മൾ ഡീഹൈഡ്രേറ്റിംഗ് നേച്ചറിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കെമിക്കലി ബോണ്ടഡ് വാട്ടറാണ് അല്ലേ? കെമിക്കലി ബോണ്ടഡ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജനെയാണ് അബ്സോർബ് ചെയ്തിരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അത് വാട്ടർ തന്നെയാണ്, മോയ്സ്ചർ തന്നെയാണ്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ ശ്രദ്ധിക്കണം. കെമിക്കലി ബോണ്ട് ചെയ്തിട്ടുള്ളതിന് എടുക്കുന്നതിനെ ഡീഹൈഡ്രേഷൻ എന്നും ഇതിനെ ഡ്രൈയിങ്ങും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡ്രൈയിങ് ഏജൻസ് ക്ലോറിൻ്റെയും സൾഫർ ഡയോക്സൈഡ്, HCl ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ്റെ ടൈമിൽ നമ്മൾ ഡ്രൈയിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. പക്ഷേ അമോണിയയുടെ പ്രിപ്പറേഷൻ്റെ ടൈമിൽ നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ ഉപയോഗിക്കുന്നില്ല. ആ സമയത്ത് നമ്മൾ ഇതന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ ഒരു ചോദ്യം തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ ഏതായിരുന്നു നമ്മളുടെ ഡ്രൈയിങ് ഏജൻറ്റ്? കാൽസ്യം ഓക്സൈഡ് ആയിരുന്നു അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് സൾഫ്യൂരിക് ആസിഡിനെ ഡ്രൈയിങ് ഏജൻ്റായിട്ട് ഇവിടെ സ്വീകരിക്കാണ്ടിരുന്നത്? അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതൊരു ആസിഡാണ്, അമോണിയ ഒരു ബേസാണ്. അപ്പോൾ ആസിഡും ബേസും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. അപ്പോൾ അങ്ങനെ ഒരു റിയാക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഒരു ഡ്രൈയിങ് ഏജൻ്റായിട്ട് അമോണിയയുടെ പ്രിപ്പറേഷനിൽ ഉപയോഗിക്കാതിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.